Good morning dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്ന മലയാളത്തിലെ NIOSലെ +2 ഒരു ഭാഗമാണ്. ഓക്കെ, ഇതിൽ അമ്മയ്ക്കൊരു സന്ദേശം എന്നുള്ള കഥ കൃഷ്ണഗാഥ എന്ന് പറയുന്ന വലിയൊരു കവിതയിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ അമ്മ എന്ന് പറയുന്നത് യശോദയാണ്. ഇതിലെ നമ്മുടെ ഏത് കവിത എടുത്താലും അതിൽ ആരുണ്ടാവും, ഒരു പ്രധാന ഒരു കഥാപാത്രം ഉണ്ടാവും, അത് കൃഷ്ണനാണ്. അതായത് കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത് മിസ് പറഞ്ഞല്ലോ, അവ കൃഷ്ണനാണ്. കൃഷ്ണൻ നിങ്ങൾക്കറിയാം, കൃഷ്ണനെ പറ്റി നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. വെണ്ണ ഉണ്ടെന്ന് കള്ളക്കണ്ണെന്ന് കേട്ടിട്ടുണ്ടാവും. ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കൃഷ്ണന്മാർ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതിന് ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. കൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. കൃഷ്ണന്റെ അമ്മ, യഥാർത്ഥ അമ്മ ആരാണ്, വളർത്തമ്മ ആരാണ്, അദ്ദേഹത്തെ വളർത്തച്ഛൻ ആരാണ്, യഥാർത്ഥ അച്ഛൻ ആരാണ്, അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥകൾ ഉൾപ്പെടുത്തിയിട്ടാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ കോലത്തിരി എന്ന് പറഞ്ഞ ഒരു രാജാവ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ രാജാവിന്റെ സതീർത്ഥ്യൻ മീൻസ് ഒരു കലാകാരന്മാരൊക്കെ ഒരു രാജസദസ്സിൽ ഉണ്ടാവും. ആ രാജസദസ്സിൽ ഒരു അംഗമായിരുന്നു നമ്മുടെ ചെറുശ്ശേരി. അതുകൊണ്ട് കോലത്തിരി രാജാവ് ചെറുശ്ശേരിയോട് കൃഷ്ണനെ പറ്റി ഒരു കഥ എഴുതാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കോലത്തിരി രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അദ്ദേഹം എഴുതിയത്. കൃഷ്ണഗാഥ എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞല്ലോ, കൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു നിഘണ്ടു പോലെയുള്ള വലിയൊരു കഥയാണ് കൃഷ്ണഗാഥ. അതിലെ കുഞ്ഞു ഭാഗമാണ് അമ്മയ്ക്കൊരു സന്ദേശം. ഇനി നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അമ്മയ്ക്കൊരു, അതായത് മിസ് കവിതയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ, കാരണം ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായി നിങ്ങൾക്ക് പെട്ടെന്ന് കവിത മനസ്സിലാവും. ഈ നമ്മുടെ കൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചത് കംസൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ കൊല്ലാനാണ്. അതായത് കംസന്റെ പെങ്ങളായ ദേവകിയുടെ യഥാർത്ഥ കുഞ്ഞാണ് ആര്, കൃഷ്ണൻ. അതായത് കംസന്റെ ദുർനടപ്പും അക്രമങ്ങളും ജനങ്ങൾക്ക് പൊറുതി മുട്ടിയപ്പോൾ കംസനെ കൊല്ലാൻ ഭൂമിയിൽ ഒരാൾ അവതരിക്കുമെന്നൊരു അശരീരി ഉണ്ടായി. ആ ഭൂമിയിൽ അവതരിച്ച ആളാണ് കൃഷ്ണൻ. അവതരിച്ച ആരുടെ ഗർഭപാത്രത്തിലായിപ്പോയി, ദേവകി. തൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് അല്ലെങ്കിൽ സ്വന്തം പെങ്ങളായ ദേവകിയുടെ ഉദരത്തിലാണ് കൃഷ്ണൻ രൂപം കൊള്ളുന്നത്. അങ്ങനെ കൃഷ്ണൻ ജനിക്കുമ്പോൾ കംസന് മനസ്സിലാവാണ്, പിന്നെ ഈ ഒരു കുട്ടി ഭൂമിയിൽ ജനിച്ചാൽ, 8ാമത്തെ കുട്ടി ഭൂമിയിൽ ജനിച്ചാൽ കംസനെ കൊല്ലുമെന്ന അശരീരിയൊക്കെ ഉണ്ടാവുന്നുള്ള ഒരു കഥയാണ്. അങ്ങനെ ദേവകിക്ക് മനസ്സിലാവും തൻ്റെ കുഞ്ഞിനെ കംസൻ കൊല്ലും, തൻ്റെ ആങ്ങളെ കൊല്ലും. അങ്ങനെ ഓരോരോ കുഞ്ഞിനെ കൊന്നു ലാസ്റ്റ് 8ാമത്തെ കുട്ടിയായപ്പോൾ ദേവകിക്ക് അത്രയും സങ്കടം. ഓരോ കുട്ടിയെയും കംസൻ ഇങ്ങനെ കൊല്ലുകയാണ്, ജനിച്ചപ്പോൾ തന്നെ കൊല്ലും. അങ്ങനെ കൃഷ്ണനെ എന്ത് ചെയ്യുന്നു, കൃഷ്ണനെ രക്ഷപ്പെടുത്താനായിട്ട് ദേവകി നന്ദഗോപരുടെ കയ്യിൽ ഏൽപ്പിക്കൽ. അത് വേറൊരു കഥ മിസ് പിന്നെ പറഞ്ഞിട്ടുണ്ട്. കഥ മീൻസ് എന്താണ്, നന്ദഗോപരുടെ അടുത്താണ് ആരെത്തുന്നത്, നമ്മുടെ കൃഷ്ണൻ അവസാനം എത്തുന്നത്. നന്ദഗോപരുടെ ഭാര്യയാണ് യശോദയാണ് നമ്മുടെ കൃഷ്ണനെ വളർത്തുന്നത്. അപ്പൊ നമ്മുടെ കവിതാഭാഗം വരുന്നത് ഈ കംസന്റെ വിചാരം എന്താണ്, കൃഷ്ണനെ കൊന്നു എന്നാണ്. അന്ന് ഒരു കുട്ടി ജനിച്ചപ്പോൾ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട്. അതായത് യശോദയുടെയും ദേവകിയും കുഞ്ഞിനെ പരസ്പരം മാറ്റിക്കിടത്താണ്. യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. ആ കുട്ടിയെയാണ് കൊല്ലുന്നത്. കംസന്റെ വിചാരം കൃഷ്ണൻ മരിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കവിതാഭാഗത്തിൽ അമ്മയ്ക്കൊരു സന്ദേശം എന്നുള്ള കവിത ഒരു അമ്മയ്ക്ക് സന്ദേശമാണല്ലോ, ഒരു അമ്മയോടൊരു സന്ദേശം പറയുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അതെവിടാന്ന് വെച്ചാൽ കംസന്റെ രാജകൊട്ടാരത്തിൽ നിന്നാണ് തൻ്റെ അമ്മയ്ക്കൊരു സന്ദേശം കൃഷ്ണൻ പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കംസൻ അറിയില്ല, കൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയില്ല, കംസൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെന്താണ്, കംസന്റെ അവിടെ ഒരു യാഗം നടക്കുന്നുണ്ട്. അപ്പോൾ നന്ദഗോപരും കൃഷ്ണനും തൻ്റെ സഹപാഠികളും കംസന്റെ ദേശത്തേക്ക് പോയതാണ്, ഒരു യാഗത്തിന് പങ്കുചേരാൻ പോയതാണ്. എന്നിട്ട് കംസന് മനസ്സിലായിരുന്നില്ല ഇത് കൃഷ്ണനാണ്, എന്നെ കൊല്ലാനുള്ള ഭൂമിയിൽ ജനിച്ച ആളാണെന്നൊന്നും ആർക്കറിയില്ല, കംസൻ അറിയില്ല. പക്ഷെ കൃഷ്ണൻ അറിയാം, ഇവനെ ഞാൻ കൊല്ലും എന്നുള്ളത് കൃഷ്ണൻ അറിയാം. അപ്പൊ കൃഷ്ണൻ നന്ദഗോപരായ തൻ്റെ വളർത്തച്ഛനോട് പറയാതെ, കാരണം ഞാൻ ഇയാളെ കൊല്ലും എന്ന് പറഞ്ഞാൽ നന്ദഗോപർ സമ്മതിക്കൂലല്ലോ, അനുവദിക്കൂല. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്നു, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയണം, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും, എൻ്റെ അമ്മയ്ക്ക് ഞാൻ നൽകുന്ന സമ്മാനങ്ങൾ അച്ഛൻ കൊടുക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ കവിതയുടെ ഒരു സന്ദർഭമാണ് മിസ് പറഞ്ഞത്. കവിതാ സന്ദർഭം പറഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ, കവിത മനസ്സിലാവുള്ളൂ. അപ്പൊ ഇനി മിസ് കവിത ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകി ചൊന്നാൻ. ഇപ്പൊ നിങ്ങൾക്ക് സന്ദർഭം മനസ്സിലായില്ലേ, അമ്മയ്ക്ക് കൊടുക്കുന്ന ചേല നന്ദൻ എന്ന നന്ദഗോപുര കയ്യിൽ കൊടുക്കുകയാണ് കൃഷ്ണൻ. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പിന്നാലെ വരാമെന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകി ചൊന്നാൽ നൽചേല നാലുമേ നമ്മ തൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണമെന്നു പിന്നെ എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ലേ എന്നിങ്ങനെ
പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയെന്നുള്ളിൽ പാരമെനിക്കെന്ന് ചൊന്നാൽ പിന്നെ വെണ്ണയും പാലും എങ്ങാനും പോരുന്നോരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. വാഴപ്പഴങ്ങളും വണ്ണം തിരണ്ടവ കേഴുവാനല്ലേ എന്നരികിലെത്തി ചിറ്റാടയുണ്ട് ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു. ഊനപ്പെട്ടിട്ടില്ല എന്നതേ ചിന്തിച്ച് ദീനമാകുന്നതൻ മാനസത്തിൽ മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളേണം നീ. വെറ്റില തിന്നു ചൊരുക്കുന്ന നേരത്ത് തെറ്റെന്ന് പൂട്ടുവാൻ ചെന്നേനല്ലോ. പാലിച്ചു കൊള്ളേണം പാരാതെ നീ പാവകളൊന്നുമേ പാഴായി പോകാതെ. ചേണിറ്റു നിന്നു ഉള്ളൊരു അറിവൊന്നുല്ലുമേ ഞാണറ്റു പോകല്ലേ ഞാൻ വരുമ്പോൾ. ഇതാണ് നമ്മുടെ കവിത. ഈ കവിതയിലെ ഫസ്റ്റ് വരി മിസ് ഒന്ന് വായിക്കാം. എന്താ പറയുന്നത്? അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകി ചൊന്നാൻ. അപ്പൊ മിസ് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ സന്ദർഭം എന്താണ്. ആ കംസന്റെ രാജകൊട്ടാരത്തിൽ തിരിച്ച് യാഗം മുഴുവൻ കഴിഞ്ഞ് നന്ദഗോപര് തിരിച്ച് തന്റെ ദേശത്തേക്ക് പോകും. അമ്പാടി എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ വരുന്നത്. കൃഷ്ണൻ വളർന്ന സ്ഥലത്തിന്റെ പേരാണ് അമ്പാടി. അവിടെ ഫുള്ള് വെണ്ണ, പാല് അല്ലെങ്കിൽ അതൊക്കെ വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്ന ആട്ടിടയന്മാരല്ലാതെ ഈ എന്താ പറയാ ഈ പശുവിനെ വളർത്തുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വെണ്ണ, പാലൊക്കെയാണ് പ്രധാനമായുള്ള വരുമാന മാർഗം. അവർ ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ കൃഷ്ണൻ വെണ്ണ ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണന്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് എന്ത്? അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകി ചൊന്നാൻ. നന്ദഗോപുര കയ്യിൽ എൻ്റെ അമ്മയ്ക്ക് ഈ ചേല കൊടുക്കണേന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ 4 കൂട്ടം ചേല, മഞ്ഞ ചേല നന്ദൻ ഗോപുരയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു കവിത തുടങ്ങുന്നത്. അപ്പൊ മിസ് പറഞ്ഞുതരാം. ഇത് എഴുതിയത് ചെറുശ്ശേരി അല്ലെ? അത് മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കവിത ഭാഗം രചിച്ചത് ആര്? ചെറുശ്ശേരി. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അതിൽ ചെറുശ്ശേരി ഇല്ല കേട്ടോ. പ്രാചീന കവിത്രയങ്ങൾ. അപ്പൊ എക്സാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രാചീന കവിത്രയങ്ങൾ ആരാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഓട്ടം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എന്ത്? നെക്സ്റ്റ്, കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി. യശോദ ആരായിരുന്നു? നിങ്ങൾക്ക് അറിയാലോ, വളർത്തമ്മയാണ് യശോദ. കൃഷ്ണൻ പ്രധാന കഥാപാത്രത്തിന് കൃഷ്ണനാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആസ്വാദനക്കുറിപ്പിന്റെ ഉള്ളടക്കമാണ് മിസ്സിന് ഈ കവിതയുടെ ആശയം. ഈ ആശയം മിസ് കവിത നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ എന്തിൻ്റെ ആൻസർ ആണ്? ഈ ഒരു ആസ്വാദനക്കുറിപ്പാണ് മിസ് പറയുന്നത്. ഇതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം, കഥ, അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്ന ഒരു കഥ തന്നെയാണ് ഇതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ്. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് എന്ത് എഴുതണം? ഈ ഒരു കൃഷ്ണഗാഥയിൽ എടുത്തൊരു ഭാഗമാണ് അമ്മയ്ക്കൊരു സന്ദേശം എന്ന ഈ ഒരു കവിത. ഇത് രചിച്ചിരിക്കുന്നത് ചെറുശ്ശേരിയാണ്. പണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ കോലത്തിരി രാജാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെറുശ്ശേരി ഈ ഒരു കൃഷ്ണഗാഥ രചിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പാരഗ്രാഫ് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് പറഞ്ഞൊരു കഥയല്ലേ, കംസന്റെ പ്രിയ സഹോദരിയാണ് ദേവകി. ദേവകിയുടെ ഉദരത്തിൽ കിടക്കുന്ന 8ാമത്തെ കുഞ്ഞ് കംസനെ വധിക്കുമെന്നൊരു അശരീരി വന്നു. ആ അശരീരി പ്രകാരം ഓരോ കുഞ്ഞിനെയും കംസൻ വധിച്ചുകൊണ്ടിരുന്നു. 8ാമത്തെ കുട്ടിയെ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ദേവകി എന്ത് ചെയ്തു? അമ്പാടിയിലേക്ക് നന്ദഗോപുര അടുത്തിലേക്ക് കുട്ടിയെ മാറ്റിക്കിടത്തുന്നു. പെൺകുഞ്ഞിനെ ഇവിടെ കംസൻ വധിക്കുന്നു. കൃഷ്ണൻ എവിടെ വളരുന്നു? അമ്പാടിയിൽ വളരുന്നു. യശോദയാണ് കൃഷ്ണന്റെ വളർത്തമ്മ. അങ്ങനെയുള്ള കഥ നിങ്ങൾ എന്തായാലും എഴുതണം, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈ ടെക്സ്റ്റിൽ ആ കഥയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ അത് എഴുതിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മൾ ഇതിലേക്ക് ആസ്വാദനക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ 1.5 പേജ് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് എഴുതുക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കണ്ടന്റ് എഴുതണം അല്ലെ. കണ്ടന്റ് എന്താണ് മിസ് പറയുന്നത്? നന്ദന്റെ കയ്യിൽ ചേല കൊടുക്കുന്നതാണ് തുടങ്ങുന്നത്. ആകെ കുറച്ച് വരികളുള്ളൂ നമ്മൾ ഈ കവിതാ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഈ കവിതയിലുള്ള കണ്ടന്റ് ആണ് 3ാമത്തെ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ ആസ്വാദനക്കുറിപ്പിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ആസ്വാദനക്കുറിപ്പ് തുടങ്ങേണ്ടത് എങ്ങനെയാണ്? തന്റെ കംസന്റെ കൊട്ടാരത്തിൽ നിന്ന് യാത്രയാകുന്ന നന്ദഗോപരുടെ കയ്യിലേക്ക് തന്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ചേല കൃഷ്ണൻ നൽകുന്നതാണ് ഈ കഥാസന്ദർഭം എന്ന് പറയുന്നത് 3ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത്. മിസ് ഫസ്റ്റ് പറഞ്ഞത് ചെറുശ്ശേരി ഉണ്ടായിരുന്നു, കോലത്തിരി രാജാവ്, പ്രാചീന കവിത്രയങ്ങളൊക്കെ എഴുതുക. സെക്കൻഡ് പാരഗ്രാഫിൽ എന്ത് എഴുതണം? ആസ്വാദനക്കുറിപ്പാണ് മിസ് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ കൃഷ്ണൻ ഈ കഥ എഴുതുക. തേർഡ് പാരഗ്രാഫ് തുടങ്ങുന്നത് കഥാസന്ദർഭം എഴുതുക, കവിതാ സന്ദർഭം എഴുതുക. കവിതാ സന്ദർഭം തുടങ്ങുന്നത് എവിടുന്നാണ്? ചേല കയ്യിലേക്ക് കൊടുക്കുന്നു. അത് മിസ് വായിക്കുമ്പോൾ അത് മിസ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് പോകും കേട്ടോ. നെക്സ്റ്റ്, ദീനമാകുന്നുണ്ട് എൻ മാനസത്തിൽ. പിന്നെ എന്നാൽ ചേല എന്നാലും തൻ കയ്യിലെ ഇച്ഛാപണ ആഗ്രഹം, എൻ്റെ ആഗ്രഹമാണ് അച്ഛൻ ഇതൊന്ന് അമ്മ വളർത്തച്ഛൻ എന്നല്ല വിളിക്കട്ടോ, അമ്മയുടെ കയ്യിലേക്ക് ഇതൊന്ന് കൊടുക്കണം. എൻ്റെ അമ്മയോട് ചൊല്ലണം, നീ എന്നെ മറക്കരുത്, കുഞ്ഞിക്കണ്ണനെ കൃഷ്ണനെ മറക്കരുത് യശോദയോട് പറയണം, നന്ദഗോപരോട് പറയാണ്. പാൽവെണ്ണ ഉണ്ണാഞ്ഞ് വേദനയുണ്ട്, എനിക്ക് വെണ്ണ കിട്ടാഞ്ഞിട്ട് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു അച്ഛനോട്. വെണ്ണയും പാലും ഇങ്ങാരും പോരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു വിടണം. ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെണ്ണ കൊടുത്തു വിടണം എന്ന് പറയുന്നു.
ചിറ്റാടയുണ്ട് ഞാൻ പെട്ടകം തന്നെ മറ്റാരും കാണാതെ വെച്ച് പോന്നു. അമ്മയ്ക്ക് ഞാൻ കൊടുക്കാൻ, അല്ല അമ്മയ്ക്കല്ല, അതിൽ ഒരു പെട്ടിയുണ്ട്, ചിറ്റാട എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം. ആ വസ്ത്രം ഞാൻ ആ ഒരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും കേട് വരാൻ ഞാൻ മതിയായിരുന്നു. പിന്നെ ദീനമാകുന്നതിന് മാനസത്തിൽ മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറ എന്ന് പറഞ്ഞ കൂറ പറഞ്ഞ വസ്ത്രം അല്ലേ. പിന്നെ മഞ്ഞൾ പിഴിഞ്ഞ മഞ്ഞ വസ്ത്രങ്ങൾ മങ്ങാതെ മാനിച്ചുകൊള്ളും. ആ മഞ്ഞ കളറൊന്നും പോവാതെ കറക്റ്റായിട്ട് ആ പെട്ടിയിൽ തന്നെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം എന്ന് അമ്മയോട് പറയണം. വെറ്റില നിന്ന് നെറ്റുപൂട്ടുവാൻ ചെയ്യുന്ന കൂലിയായ നമ്മ നൽകിയ ചേലയും മാറ്റുപോകാൻ പിള്ളേരെ നുള്ളിയപ്പോൾ, അതായത് കുട്ടികളെ കളിക്കുമ്പോൾ കുറച്ച് പിള്ളേരെ നുള്ളിയിരുന്നു കൃഷ്ണൻ. അപ്പം ആരും അടിച്ചു? പീലി കൊണ്ട് അടിച്ചെന്നെ അമ്മ. ആ പീലി കൊണ്ട് യശോദ കൃഷ്ണനെ അടിച്ചു. കേടുകൊണ്ട് അന്ന് വഴക്കായിപ്പോയി, ഞാൻ ഊണിന് വരാതെ നിന്ന്. അപ്പോൾ എനിക്ക് വഴക്കായി, പിണക്കമായി, ഞാൻ ഊണ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല. അപ്പം അമ്മയ്ക്ക് എന്തായി? സങ്കടം വന്നു. കിങ്ങിണി എങ്ങാനും വീഴമ്മ കിണ്ടിക്കൻ ചേല മറക്കല്ലാതെ പാവകളൊന്നും പാടാം. അപ്പോൾ അമ്മയ്ക്ക് സങ്കടം വന്നു. അപ്പം അതിനൊരു ക്ഷമ അമ്മയോട് പറയണം, ഞാൻ അമ്മയെ അങ്ങനെ വഴക്കടിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പരാതി, പരിഭവവും സന്തോഷവും ഒക്കെ ആരോടും നന്ദഗോപുരം ഇതൊക്കെ പറയണം അമ്മയോടെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുകയാണ്. പാലിച്ചു കൊള്ളണം, പാരാതെ നീ ചേണിറ്റു നിന്നുള്ളൊരു ഓണവില്ലൊന്നുമേ ഞാണറ്റു പോകലെ. എൻ്റെ നല്ല വില്ലൊക്കെ ഞാൻ എടുത്ത് അതൊന്നും ഒടിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഞാൻ തിരിച്ചു വരുന്ന അമ്മയോട് പറയണം. വെണ്ണ അല്ല ആരെങ്കിലും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ വെണ്ണ കൊടുത്തയക്കണം എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് കൃഷ്ണൻ പറയുന്നതാണ് നമ്മുടെ കവിതയുടെ ഉള്ളടക്കം. ഈ ഉള്ളടക്കം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 5 ഇപ്പൊ കുറെ മീൻസ് പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് കണ്ടന്റ് ഉള്ളടക്കമായിട്ട് എഴുതിയിട്ട് ആസ്വാദനക്കുറിപ്പ് കൺക്ലൂഡ് ചെയ്താൽ ഈ ഒരു പാഠഭാഗം എന്തായിട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ ടിപ്സ് അല്ല, കറക്റ്റ് പോയിന്റ്സ് മിസ് പറഞ്ഞു അല്ലേ. ചെറുശ്ശേരി എഴുതാനുള്ള സന്ദർഭം, കൃഷ്ണൻ ജനിക്കാനുണ്ടായ സന്ദർഭം, കൃഷ്ണൻ ജനിച്ചത്, കൃഷ്ണൻ വളർന്നത്, കൃഷ്ണൻ എപ്പോഴാണ് അമ്മയ്ക്ക് സന്ദേശം നൽകാൻ ഇടയായ സാഹചര്യം, സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ യശോദ ആരായിരുന്നു, നിങ്ങൾ വസുദേവർ എന്നാണ്. നിങ്ങൾ കഥാപാത്രത്തിന്റെ പേര് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം. ഇതിലുണ്ട് കൃഷ്ണന്റെ യഥാർത്ഥ അച്ഛന്റെ പേര് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതാണ് വസുദേവർ. കൃഷ്ണന്റെ യഥാർത്ഥ അമ്മയുടെ പേര് ദേവകി, കൃഷ്ണന്റെ വളർത്തമ്മയുടെ പേര് യശോദ, കൃഷ്ണയുടെ വളർത്ത അച്ഛന്റെ പേര് നന്ദഗോപർ, കൃഷ്ണൻ വളർന്ന സ്ഥലത്തിന്റെ പേരോ, ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ മിസ് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ 12 1 വേർഡും ബാക്കി ഷോർട്ട് നോട്ടും പിന്നെ 2-3 എസ്സേയും ആണ് ചോദിക്കുക. അപ്പൊ ഇതൊക്കെ ഫുള്ള് കഥ മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സുഖമുള്ള ഒരു കവിതയാണ് അമ്മയ്ക്കൊരു സന്ദേശം. ഓക്കെ, അപ്പോൾ മിസ് എന്താ ഓരോ 1 വേർഡ് മിസ് ഇങ്ങനെ വന്നല്ലോ. പിന്നെന്താ പറഞ്ഞത്? കൃഷ്ണൻ വളർന്ന സ്ഥലത്തിന്റെ പേര് അമ്പാടി. ഓക്കെ, ദേവയുടെ സഹോദരൻ ആരായിരുന്നു? കംസൻ. കൃഷ്ണന്റെ അമ്മാവനും കംസൻ തന്നെയാണ്, അത് മാറിപ്പോകരുത്. രണ്ടാളും ഒരാൾ തന്നെയാണ്. ആരെ കൊല്ലാനാണ് കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചത്? കംസനെ കൊല്ലാൻ. ഏത് രാജാവാണ് ചെറുശ്ശേരിയെ നിർബന്ധിച്ചത്? അതൊരു ചോദ്യം ഉണ്ട് കേട്ടോ അതിൽ. ഏത് രാജാവാണ് പറഞ്ഞത്? കോലത്തിരി രാജാവ്. നിർദ്ദേശപ്രകാരം കൃഷ്ണഗാഥയുടെ ഉള്ളടക്കം എന്താണ്? കൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ആണ് ഉള്ളടക്കം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസറിൽ ഫുൾ കഥയും ഉണ്ട്. നമ്മൾ വലിയൊരു കവിതയാണ് നമ്മൾ എത്രയും പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെന്ത് പിന്നെ സംശയങ്ങളൊന്നും മൊത്തത്തിൽ നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സംശയങ്ങളൊക്കെ നമ്മുടെ നോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് കാലനില്ലാത്ത കാലം എന്ന കവിത. പിന്നെ അതൊരു കവിതയല്ല, അത് ഓട്ടൻ തുള്ളലാണ്. നിങ്ങൾക്കറിയാം കുഞ്ചൻ നമ്പ്യാരെ നിങ്ങൾക്കറിയാമോ? കുഞ്ചൻ നമ്പ്യാരാണ് നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവ്. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിലൂടെയാണ് ജനങ്ങൾക്ക് നർമ്മത്തിലൂടെ അദ്ദേഹം വിമർശനാത്മകമായി നമ്മുടെ സമൂഹത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തുറന്നു കാട്ടുന്ന ഒരു പിന്നെ തുള്ളൽ ചെയ്യുന്ന ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹമാണ് ഈ ഒരു കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ഈ ഒരു കവിത തുള്ളലിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരാളാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. ഈ കുഞ്ചൻ നമ്പ്യാർ പ്രധാനമായും തുള്ളൽ കൃതികൾ പ്രധാനം 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പറയൻ തുള്ളൽ, ഒന്ന് ശീതങ്കൻ തുള്ളൽ, ഒന്ന് പിന്നെ ഓട്ടൻതുള്ളൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ സ്റ്റേജിലൊക്കെ അരങ്ങേറുന്ന നമ്മുടെ കലോത്സവങ്ങൾക്ക്, ജില്ലാ കലോത്സവങ്ങൾക്കും സംസ്ഥാന കലോത്സവങ്ങൾക്കൊക്കെ ഈ ഒരു തുള്ളൽ എന്ന് പറയുന്നത് എന്താണ് ഉൾപ്പെടുത്തി നമ്മുടെ ഇതിലേക്ക് സ്റ്റേജ് ഇനങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയൊരു നല്ലൊരു കലാരൂപമാണ്. കാരണം അത് നമ്മുടെ പ്രാചീന സംസ്കാരത്തിൻ്റെ ഒരു പ്രാചീന സംസ്കാരത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ സംഭവമാണ് തുള്ളൽ പ്രസ്ഥാനം. വിദേശീയരൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്ന തുള്ളലൊക്കെ കാണാൻ വരുന്ന നമ്മളെ എന്താ പറയുക ടൂറിസ്റ്റിൻ്റെ വിദേശ ഇതിലേക്ക് നമുക്ക് എന്താ പറയുക ഇൻകം കിട്ടുന്ന ഒരു സാംസ്കാരിക വകുപ്പിലൊക്കെ ഉൾപ്പെടുത്തി എന്താ പറയുക ടൂറിസം മേഖലയിലൊക്കെ ഉൾപ്പെടുത്തുന്ന വിദേശികൾ വരുമ്പോൾ അവരെ ആകർഷിക്കാനൊക്കെ ഉള്ള നല്ലൊരു
കലാരൂപമാണ് തുള്ളൽ പ്രസ്ഥാനം. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന, തുള്ളൽ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ ഇപ്പോഴും ഉണ്ട്, അത് പഠിക്കുന്ന കുട്ടികളുണ്ട്, വേദിയിൽ അത് അരങ്ങേറാറുണ്ട്, നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്ന കലാരൂപമാണ് തുള്ളൽ. തുള്ളൽ പ്രസ്ഥാനം കൊണ്ടുവന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ അദ്ദേഹമാണ്. അപ്പൊ നിങ്ങൾ മറന്നു അവർ ഒന്നാമത്തെ ചോദ്യം, തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ തുള്ളൽ കൃതിയാണ് കാലനില്ലാത്ത കാലം. ഇത് ശീതങ്കൻ തുള്ളലിൽ നിന്ന് എടുത്തൊരു ഭാഗം.